പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധന്മാരുടെ ഓർമ്മയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്നാമത് വരേണ്ട കാര്യം, എന്തിനാണ് ഞാൻ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്? എന്തിനാണ് ഈ വിശുദ്ധന്മാരുടെ പെരുന്നാൾ ഞാൻ ആഘോഷിക്കുന്നത്? ദൈവസന്നിധിയിൽ തങ്ങളുള്ളതിനെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആ പുണ്യവാന്മാരായ ശ്രീമാരുടെ പെരുന്നാളാണ് ശ്രേഷ്ഠമായ രീതിയിൽ ഞാൻ നിങ്ങളും ഇവിടെ ആഘോഷിക്കുന്നത്. അതാണ് ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രസക്തി. യുക്തിയെ ഭക്തിക്ക് മാറ്റിവെച്ച, ഭക്തിയുടെ മാർഗത്തിലാക്കിയ ആ പരിശുദ്ധന്മാരായ നമ്മുടെ ശ്രീമാർ അവരുടെ ജീവിതത്തിന്റെ സുഖങ്ങളെല്ലാം പിടിച്ച് തങ്ങളുടെ ആത്മാവിന്റെ വിശ്വാസം അർപ്പിച്ചു ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിച്ച് ഭംഗിയായ ജീവിതം മുമ്പോട്ട് നയിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ് ഈ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ അനുഷ്ഠിക്കുന്നതിലെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിന് ശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള ഭാഗങ്ങളാണ്. ഇവിടെ പ്രധാനമായും കാണുന്ന ഒരു ആശയം, യെരിക്കോവിന് അടുത്തുകൂടി യേശുദാൻ കടന്നു വരുമ്പോൾ ഒരു കുരുടനെ സൗഖ്യമാക്കിയ സംഭവമാണ് ഇവിടെ വളരെ ഭംഗിയായി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു വേദഭാഗവും നമ്മുടെ ഇന്നത്തെ ഈ ജീവിത പശ്ചാത്തലവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് മാത്രം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുരുടന് സൗഖ്യം നൽകിയതായ സംഭവം പരിശുദ്ധമായ വലിയ നോമ്പിന്റെ ഇടയിൽ ഏതെങ്കിലും ഭാഗമായി നമ്മൾ വായിച്ചു കേൾക്കാറുള്ളതാണ്. പല പ്രാവശ്യവും ഈ വേദഭാഗം വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ പൂർത്തീകരണം എന്താണ് എന്ന് മനസ്സിലാക്കി ഈ വേദഭാഗം നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ രീതിയാണ് ഈ വേദഭാഗത്തിന്റെ പ്രസക്തി. എന്റെ ജീവിതവും എന്റെ പെരുന്നാൾ ആചരണവും ഈ വേദഭാഗവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. ഈ കുരുടനായ മനുഷ്യന് സൗഖ്യം ലഭിച്ചതിന്റെ പിന്നിൽ പ്രധാനമായും 5 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി കാണുന്നത്, അവൻ ഇരുന്നത് ക്രിസ്തു വന്ന വഴിയിലായിരുന്നു. ഇന്ന് പലപ്പോഴും പലരും ഇരിക്കുന്നത് വഴിയിലാണ്. പക്ഷേ ആ കുരുടന്റെ സൗഖ്യം ലഭിക്കുവാനുണ്ടായ ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ഘടകം, അവൻ ഇരുന്നത് ക്രിസ്തു വന്ന വഴിയിൽ ആണ് എന്നുള്ളത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഏതാണ്ട് ഒന്നാമത്തെ ഘടകം അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ഇതിലൂടെ ഇരിക്കുന്നത് ക്രിസ്തു വരുന്ന വഴിയാണ്. ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തന്ന, ക്രിസ്തുവാനെ നമുക്ക് ഉപദേശിച്ചു തന്ന ആ പുണ്യവാന്മാരായ ശ്രീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ഭക്തിപൂർവ്വം ആചരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളുടെ ഈ ആഗ്രഹിക്കുമ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ക്രിസ്തു വരുന്ന വഴിയിലാണ്. തീർച്ചയായും കുരുടന് സൗഖ്യം ലഭിക്കാനിടയായ രണ്ടാമത്തെ കാരണം, കുരുടൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. യേശു ക്രിസ്തുവിനെ കാണുവാൻ അവന് സാധിക്കില്ല. തന്റെ സമൂഹങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ തിരിച്ചറിവിൽ കൂടി അവന്റെ ചിന്തകൾ എത്തപ്പെടുകയാണ്, ക്രിസ്തു എന്ന മനുഷ്യൻ വരുന്ന വഴിയിൽ നിലവിളിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. ആ കുരുടനായ മനുഷ്യനോട് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ ചെയ്യണമേ. അപ്പോഴും സമൂഹം അവനെ ഒറ്റപ്പെടുത്തുന്നു. നീ മിണ്ടാതിരിക്കുന്നവരെ ശാസിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുന്നാൾ അനുഷ്ഠാനങ്ങളിൽ എന്താണ് ഈ വാക്യത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ
സന്നിധി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ടാവണം. ഏത് മാർഗമാണ് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പകരുന്നത്, എപ്രകാരമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവന് സൗഖ്യം ലഭിക്കാനുണ്ടായ രണ്ടാമത്തെ കാരണം വിശ്വാസത്തോടെ അവനോട് നിലവിളിക്കുകയാണ്. നമുക്കും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ പ്രിയ ശിഷ്യന്മാർക്കാണ് മാർഗത്തിൽ വിശ്വാസപൂർവ്വം മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. കുരുടന് സൗഖ്യം ലഭിക്കാനുണ്ടായ മൂന്നാമത്തെ കാരണം ക്രിസ്തു അവനെ ലഭിച്ചപ്പോൾ അവന്റെ ദേഹത്തുണ്ടായിരുന്ന കമ്പിളി അവൻ ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മളും തിരുനാളുഷ്ഠാനങ്ങളായിട്ട് വരുമ്പോൾ അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിലാകുമ്പോൾ നമ്മുടെ ഉദർഭാഗം ബലഹീനതകളെ എറിഞ്ഞു കളയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ബലഹീനതകളെ എറിഞ്ഞു കളയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ പെരുന്നാളുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തീയമായ പെരുന്നാളുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് നടത്തപ്പെടേണ്ടത് എന്നുള്ള ഒരു ചിന്ത, എന്തെല്ലാം കാര്യങ്ങളാണ് ക്രിസ്തീയമായ പെരുന്നാളുഷ്ഠാനങ്ങൾ നടത്തപ്പെടുമ്പോൾ നമ്മൾ പുറന്തള്ളേണ്ടത് എന്നുള്ള ചിന്ത. ആ പുറന്തള്ളേണ്ടുന്ന കാര്യങ്ങളെ പുറന്തള്ളുക, ആർഭാടങ്ങളെ പുറന്തള്ളുക, ആവശ്യങ്ങൾക്കായിട്ട് പെരുന്നാളുകൾ വിവിധമാക്കുവാൻ, പ്രാർത്ഥനാപൂർവ്വം പെരുന്നാളുകളെ ക്രമീകരിക്കുവാനുള്ള കർമ്മം നമുക്ക് സാധിക്കണം. ആർഭാടങ്ങൾ ഒഴിവാക്കി അനുഗ്രഹത്തോടെ പെരുന്നാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മുടെ ചെറുപ്പം സൗഖ്യത്തിനുള്ള നാലാമത്തെ കാരണം ക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്താ മറുപടി? എനിക്ക് കാഴ്ച നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമീപിക്കുമ്പോൾ എന്ത് ചെയ്തു തരണമെന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഭക്തിപൂർവ്വം അർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഏറ്റവും അവസാനമായി സൗഖ്യത്തിനുള്ള ഏറ്റവും അവസാനത്തെ ഘടകം ഒരു അനുസരണത്തിൻ്റെ മനോഭാവമാണ്. ക്രിസ്തു നിലനിർത്തി ചേർന്ന് അവന്റെ കണ്ണിൽ പുരട്ടി ശീലോകം പുറത്തു കൊണ്ടുപോയി കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അനുസരണയോടെ അവനത് ചെയ്തു. അവനവന്റെ സൗഖ്യം ലഭിച്ചിരുന്ന വേദഭാഗം നമ്മുടെ മുമ്പിൽ കാണിച്ചത്. ദൈവികമായ കൽപ്പനകളെ പാലിക്കുന്നതോടുകൂടി അനുസരണത്തിന്റെ മനോഭാവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രസംഗം തുടങ്ങിയ സമയത്ത് ചൊല്ലിയ ഒരു പാട്ടിൽ പ്രാർത്ഥിക്കുന്ന സ്ത്രീകന്മാരിൽ കർത്താവുണ്ടായി ഭിന്നത സന്താനങ്ങളിൽ ഇല്ലാതാവാം. നമ്മൾ ഒന്നാമതായി പ്രാർത്ഥിക്കുന്നത് സ്ത്രീകന്മാരെ കർത്താവിനോടായി പ്രാർത്ഥിക്കുക, ഭിന്നത ഞങ്ങളിൽ നിന്ന് ഒഴിവായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമേ എന്നുള്ള ഒരു സൂചന. അവരുടെ ജീവിതത്തിലും ചില ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, വലിയവരാണെന്ന് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തുടർന്ന് വരുന്ന സമയങ്ങളിൽ കാണുന്ന യോജിപ്പത, തുടർന്ന് വരുന്ന സമയങ്ങളിൽ കാണുന്ന ചേർച്ച എല്ലാവർക്കും മാതൃകയായി തീരുക. അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഭിന്നത ഞങ്ങളിൽ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്നത് നിങ്ങൾ ചൊല്ലി തന്ന വിശ്വാസത്തെ, നിങ്ങൾ ചൊല്ലിയതായ വിശ്വാസത്തെ ഞങ്ങൾ മുഴുവൻ കഴിക്കുന്നു. അതെങ്ങനെയുള്ള വിശ്വാസമാണ്? സത്യമതാകുന്ന മോശയിൽ തെളിച്ചെടുത്ത വിശ്വാസം. ഇന്നത്തെ വിശ്വാസങ്ങൾക്കുള്ള കുഴപ്പം ഒരു ഓതന്റിസിറ്റി ഇല്ല, വിശുദ്ധമല്ല. എന്നാലും ഈ വിശ്വാസത്തെ പറയുന്നത് അവർ കേട്ട് മാത്രം പറഞ്ഞതല്ല, കേട്ട് കണ്ട് അനുഭവിച്ചതിന്റെ കാര്യങ്ങളെ ആ ശിഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ്. ഇപ്രകാരം ശ്രേഷ്ഠകരമാകുന്ന സത്യമാകുന്ന മൂശയിലിട്ട് അനുഗ്രഹത്തോടെ വാർത്തെടുത്ത് തന്ന
യുക്തി കൊണ്ട് അന്വേഷിക്കും ബുദ്ധി കൂടുതലുള്ള മനുഷ്യൻ. ബുദ്ധി കൂടുതലുള്ള മനുഷ്യൻ ഒരു കാര്യം ചിന്തിച്ചാൽ കേട്ടാൽ അവനതിനെ ഒബ്സർവേഷൻ നടത്തും, അവനതിനെ പരീക്ഷണം നടത്തും, ഇതെല്ലാം നടത്തും. എന്നാൽ സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആ യുക്തിയുടെ അനുഭവം മാറ്റി ഭക്തിയുടെ തലത്തിലേക്ക് അവന്റെ ചിന്തകളെ നടത്തും. പലപ്പോഴും കൊച്ചു വള്ളത്തിൽ കയറി വലിയ കടലിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. കൊച്ചു വള്ളത്തിൽ കയറി വലിയ കടലിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ വലിയ വള്ളത്തിൽ കയറി അല്പമായ ജലാശയത്തിൽ കൂടി യാത്ര ചെയ്യുന്നു. നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ജീവിതം ലോകമാകുന്ന വലിയ കടൽ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ ഈ ജീവിതമാകുന്ന ചെറിയ തോണിയിരുന്ന ലോകമാകുന്ന വലിയ കടലിൽ കൂടി യാത്ര ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും. അവിടെയാണ് യുക്തിയേക്കാൾ കൂടുതൽ ഭക്തിക്കും വിശ്വാസത്തിനും ഉള്ളതായ സ്ഥാനം. പലരും ദേവാലയത്തിൽ വരുന്നുണ്ട്, പെരുന്നാളുകൾ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭക്തി എവിടെയായിരിക്കും? കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചതാണ്. ആഫ്രിക്കയിൽ ഒരു തരം മരങ്ങളും ഒരു തരം മുളകളും, ആ മുളകൾ മണ്ണിൽ ആദ്യത്തെ 5 വർഷം വളരുന്നത് ഭൂമിക്കടിയിലേക്ക് ശക്തമായ രീതിയിൽ വളർന്ന് അതിന്റെ വേരുകളെല്ലാം വിസ്തൃതമായ രീതിയിൽ ചെന്ന് ആഴങ്ങളിലേക്ക് ചെന്ന് ഉറപ്പായതിനു ശേഷം ഈ 5 വർഷം കഴിയുമ്പോഴാണ് ഈ മുളകൾ മുകളിലേക്ക് ശക്തിയായി വളർന്നു തുടങ്ങി മാനമുണ്ട് നിൽക്കുന്ന മുളകൾ. ഇതും നമ്മുടെ മുന്നിൽ ഒരു പാഠം നൽകുന്നുണ്ട്. അതിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ആയതിനാൽ ഏത് കാലാവസ്ഥയിൽ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയുണ്ട്. കാറ്റായിക്കൊള്ളട്ടെ, വരൾച്ചയായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയുണ്ട്. അതിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ചെന്ന് വെള്ളവും ജലാശയവുമായി വെള്ളവുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. 2 ആഴങ്ങളിലായതുകൊണ്ട് ശക്തമായ ഒഴുക്ക് ഭൂമിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മുളയ്ക്ക്. ഇതിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റുപാടുമുള്ള ഇത്തരത്തിലുള്ള മുളകൾ, ഐമാൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കുറെ കാലം നേരെ നോക്കി നടന്നു. പിന്നീട് ഒരു ദിവസം അവൻ താഴേക്ക് നോക്കി നടന്നപ്പോൾ ചെറിയ നാണയത്തുട്ടുകളൊക്കെ താഴെ ലഭിച്ചു. ആ നാണയത്തുട്ട് എടുത്താൽ ബാഗിൽ ഇട്ടു. പിന്നീട് അവന്റെ യാത്രകളെല്ലാം താഴേക്ക് പോയി. കാര്യമായ നാണയത്തുട്ടുകളൊന്നും അവന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു കൂനും അവന്റെ പുറത്ത് കാണാനായിട്ട് തോന്നി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ നാണയത്തുട്ടുകൾക്ക് വേണ്ടിയാണോ, ഈ ആത്മീയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ നാം വളർത്തുന്നത്? അതോ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത. ക്രിസ്തുവിനെ കാണണമെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയമാണ്. എന്താ ആത്മാർത്ഥതയുള്ള ഹൃദയത്തിന്റെ പ്രത്യേകത? പത്രോസും യോഹന്നാനും ഒരു ദിവസം രാത്രി പോലും ക്രിസ്തുവിനോടൊപ്പം ജാഗ്രതയോടെ ഇരിക്കുവാനൊന്നും സാധിക്കാതെയാണ് അവരുടെ ആ ഹൃദയത്തിൽ ആത്മാർത്ഥതയുടെ ആ സ്നേഹത്തിന്റെ ഫലങ്ങൾ ലഭിച്ചപ്പോൾ തുടർന്നുള്ള അവരുടെ ജീവിതം സാക്ഷിക്കുന്നത് പൂർണ്ണമായും ആത്മാർത്ഥതയുടെ ക്രിസ്തുവിന്റെ ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ നൽകപ്പെടുന്ന ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് 10 കന്യകമാരുടെ ഉപമ. 10 കന്യകമാരുടെ ഉപമയിൽ എത്ര പേരാണ് മണവാളനോടൊപ്പം വിരുന്നുശാലയിൽ പ്രവേശിച്ചത്? എത്ര പേരാണ്? 5 പേര്. ബാക്കി 5 പേർ യജമാനോട് ഇഷ്ടമില്ലെന്നാണ് പറഞ്ഞത്. അല്ല, 10 പേര് ഒരുപോലെ യജമാനോടൊപ്പം വിരുന്നുശാലയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങിയിരുന്നപ്പോൾ 5
അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ക്രിസ്തുവിന്റെ ശാലയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തോടെയാണ് കുരുടനായ 5 ഘടകങ്ങൾ നമ്മുടെ സൗഖ്യത്തിന് ആവശ്യമായി നൽകിയെങ്കിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹമാണ് ആവശ്യമെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ ഫലത്തിൽ ചെയ്യുവാൻ ഈ 5 പടവുകൾ കാണിയ സാധിക്കൂ. ക്രിസ്തു വരുന്ന വഴി. രണ്ടാമതായി വിശ്വാസത്തോടെ യേശുവിൽ ചെയ്യണമെന്ന് വിശ്വാസത്തോടെ പറയുവാൻ. മൂന്നാമതായി ക്രൂരനായ അവന്റെ ഭൂതബന്ധ ബലഹീനതകളെ കളഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ കളഞ്ഞ് നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളിലെ കുറവുകളെ കളഞ്ഞ് ആർഭാടങ്ങളെ കളഞ്ഞ് ക്രിസ്തു മാർഗത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ കൂടി ജീവിതത്തെ ക്രമീകരിക്കുന്നതിൽ കൂടി സൗഖ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ പഠനങ്ങളിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. നാലാമതായിട്ട് ഇവരുടെ ഭാഗം സാക്ഷിക്കുന്നത് ആ ദുഷ്ടനായ മനുഷ്യന് സൗഖ്യത്തിലേക്ക് നാലാമത്തെ കാരണം അവന്റെ യഥാർത്ഥമായ ആവശ്യം ക്രിസ്തുവിന്റെ സന്നിധിയിൽ അവൻ സമർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മുൻപോട്ടുള്ള ജീവിതം ക്രമീകരിക്കുവാൻ തക്കവണ്ണം, ഭിക്ഷ നേടുവാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യങ്ങളോ ശക്തമായ രീതിയിൽ മുൻപടിയല്ല അവൻ പഠിച്ചത്. അവന്റെ ജീവിതത്തിന്റെ ആഗ്രഹം, അവന്റെ ആഗ്രഹം ശക്തമായിരുന്നു. എന്റെ ബലഹീനതകളിലുള്ള മോചനം, എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനയോടെ വഴിമുട്ടിക്കുവാൻ ഏറ്റവും അവസാനം അവൻ സൗഖ്യം ലഭിച്ചത് ശീലത്തിൽ പോയി പ്രാർത്ഥനപൂർവം അനുസരണം എന്നുള്ള ശീലമുള്ളിൽ വഹിച്ച് അവനോട് പോയി കഴിയുന്നതുകൊണ്ടാണ് അവൻ സൗഖ്യം ലഭിച്ചത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവ കൽപ്പനകൾ വഴി അപ്രകാരമുള്ള അനുസരണ ശീലത്തിലേക്ക് നമ്മുടെ ജീവിതവും എത്തപ്പെടണം. മുമ്പ് പറഞ്ഞ ആ പനയുടെ ആ ഒരു മുളയുടെ ജീവിതത്തിന്റെ അതിന്റെ വളർച്ച കാലഘട്ടത്തിലെ അനുഭവം പോലെ ആഴങ്ങളിലേക്ക് വേരൂന്നി വളരുവാൻ സുലൈമാന്റെ ശക്തമായ വിശ്വാസം, അവരുടെ വിശ്വാസം ആഴങ്ങളിലായതുകൊണ്ട് ശക്തമായ അടിത്തറയായ വിശ്വാസത്തിൽ ലഭിച്ചു. ആ പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകയിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ആ 12 സ്ത്രീകന്മാരുടെയും മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ നിരൂപണങ്ങൾക്ക് എല്ലാം ആ പിതാക്കന്മാരുടെ മധ്യസ്ഥത തടലായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ പെരുന്നാളിന്റെ എല്ലാ നല്ല ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കായി നേരിടും. പ്രകാരം ദൈവവചനം പങ്കിടുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിന്റെ ദിവസം അവസരം നൽകിയ ബഹുമാനപ്പെട്ട ചന്ദ്രാട് മെഡിസിൻ, അതുപോലെ തന്നെ സഹവികാരി ബഹുമാനപ്പെട്ട റോണിയസ് എന്നിവരോടുള്ളതായ നന്ദി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ചുമതലപ്പെട്ട എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അതൊരു സ്ത്രീകന്മാരുടെ മധ്യസ്ഥതയിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിനാണ് നിങ്ങൾ വിളിച്ചു നൽകി.